നമ്മുടെ മുന്നിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ഇന്നത്തെ എപ്പിസോഡിൽ എത്താൻ പോകുന്ന ആളെ ഞാൻ കൂടി സ്വാഗതം ചെയ്യുകയാണ്, മിസ്റ്റർ ജെയിൻ ചേർത്തല. നമസ്കാരം. കോമഡി മസാലയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ മസാലയ്ക്ക് കുറച്ച് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാ? ഞാൻ കുറച്ച് ഫിലിം സ്റ്റാർസിന്റെ ശബ്ദാനുകരണം, പിന്നെ രാഷ്ട്രീയക്കാരുടെ ശബ്ദം, പിന്നെ ഒരു നാടൻ പാട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നാടൻ പാട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ഉള്ള ഒരു മസാല തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. നമുക്ക് കേട്ടു നോക്കാം. ആദ്യമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദമാണ് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. സന്നിഹിതരായിരിക്കുന്ന എല്ലാ നല്ലവരായ കലാ ആസ്വാദകർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കോമഡി എന്ന് എഴുതിയേക്കുന്നത് മഞ്ഞ കളറല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞ കളറല്ലേ? അല്ലേ? എന്നാ പിന്നെ പറയാൻ എന്നാ ഇത്ര മടി? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഗുരുദേവ. പൊക്കമില്ലായ്മയാണ് തന്നെ പൊക്കമെന്ന് തെളിയിച്ച നമ്മുടെ തിരുവനന്തപുരത്തിന് അഭിമാനമായ ശ്രീ കൊച്ചു പ്രേമൻ ചേട്ടൻ. പക്ഷേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന പോലെ തന്നെ വീടിൻ്റെ മുമ്പിൽ കുട്ടിയുണ്ട് മുണ്ട് പറിക്കുന്നു കൂടി ഒരു ബോർഡെഴുതി വെക്കണം. നട്ടപ്പാതിരോ ഫലമൂലാദികളോ വേണേ വല്ല തക്കാളി പഴവും കൊണ്ട് തരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. അടിപൊളി. അടുത്തത് ജോക്കർ എന്ന സിനിമയിലൂടെയും ഇപ്പം സീരിയലൊക്കെ സജീവമായി നിൽക്കുന്ന നമ്മളുടെ TS രാജു. അദ്ദേഹത്തിന്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. 10,000 rupees ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? എൻ്റെ ബാബു, ബിച്ചു ബാബു കണ്ട കൈയൊടിഞ്ഞതിനെയും കാലൊടിഞ്ഞതിനെയും പരിരക്ഷിച്ചെൻ്റെ സർക്കാസ് കമ്പനി തന്നെ മുടിഞ്ഞു. നിനക്കും പോണോ? പൊയ്ക്കോ. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആമേൻ എന്ന സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തിയ നമ്മളുടെ ജോയ് മാത്യു. ഞാൻ ഈ ഇടവുപള്ളിയിൽ വികാരിയായിട്ട് വർഷം 16ആയി. ഈ 16 വർഷക്കാലവും പള്ളി ബാൻഡ് തോറ്റ് ചുന്നമ്പാടി ചരിത്രമേ ഉള്ളൂ. പള്ളിയിൽ ന്യൂ ഇയറിന് പോലും കുർബാനയിൽ പങ്കെടുക്കാത്ത സോളമൻ ഇനി പള്ളി ബാൻഡിൽ വായിക്കല്ല. പള്ളി ബാൻഡിന് ചെല്ലും ചെലവും കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ. സോളമ, മൈൻഡ് ഇറ്റ്. വെരി ഗുഡ്. അടുത്തത് ചെമ്പൻ വിനോദ്. ഇപ്പം ന്യൂ ജനറേഷന്റെ താരങ്ങളുടെ ഒരു ചെമ്പൻ വിനോദ്. സാറേ, ഈ ജയിൽ പുള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 പേരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. ഇതിപ്പോൾ തീപ്പെട്ടി പടത്തുമേ പേരെഴുതി വെച്ചുള്ളൊരു കളിയാണ്. ഇത് നമ്മളങ്ങോട്ട് നറുക്കായിടും. ആർക്കാ നറുക്ക് വീഴുന്നത് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നീ കേൾക്കുന്നുണ്ടോടാ? മിമിക്രിവേദിയിൽ സിനിമയിലെത്തിയ നമ്മളുടെ ഒരു താരമായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മളുടെ സ്വന്തം NF വർഗീസ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയാമല്ലോ. നമ്മളെ അനൗൺസ്മെൻറ്റിങ് ആണ് അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹം ലേലം എന്ന സിനിമയിൽ മദ്യപിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗാണ്. ചാക്കോച്ചിയുടെ മൂടും താങ്ങി നടന്നിട്ട് ഒടുക്ക അവന് കിട്ടിയ ഒരു വിദ്യയെ അവൻ്റെ അണ്ണാക്കിലേക്ക് കൈയിട്ട് കുത്തി നോക്കിയാലും അവൻ സത്യം പറയത്തില്ല. കരിമ്പ്രായി സണ്ണിച്ചൻ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞിട്ട് പോടാ പൊന്നു മോനെ. ഇടാ നീ കേൾക്കുന്നുണ്ടോന്ന്. സംഗീത സംവിധായകനായിട്ടുള്ള ശരത്തിന്റെ ശബ്ദമാണ്. കൂട്ട എന്തോന്ന് പെർഫോമൻസ് ആയിരുന്നു കൂട്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ രോമം വരെ എഴുന്നേറ്റ് നിന്നു. ഇത് 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 ഇങ്ങനെ പാടാൻ പറ്റൂ? ഇത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ അടുത്ത തവണ വരുമ്പോഴും കൂടുതൽ മാർക്ക് മേടിക്കണം കേട്ടോ മോനെ. എന്നാൽ ശരി, ആയിക്കോട്ടെ. അടിപൊളിയായിരുന്നു. മിമിക്രി വേദിയിൽ നിന്ന് എത്തിയ മറ്റൊരു താരമാണ് നമ്മളെ ബിനിച്ചേട്ടൻ്റെ ഒക്കെ നാട്ടുകാരൻ, ഇടുക്കിക്കാരനായിട്ടുള്ള ജാഫർ. പടച്ചോനെ എന്നാ ചെയ്യാനാ, എന്നാ ഇടപാടെന്ന് പറയാം. എൻ്റെ ഈ 2 കയ്യിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ വെച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ച് പത്മം മേടിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് ശപിച്ചാലോ? അല്ല, എന്നാ പിന്നെ ഞാനെ കൊണ്ട് പോട്ടെ.
ആ Thank you. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്രിട്ടാസ് ആണ് പിന്നീട് വന്നത്. ബ്രിട്ടാസിനോടൊപ്പം വേദി പങ്കുവെക്കുവാനെത്തിയത് നമ്മളുടെ വാനമ്പാടി ജാനകി അമ്മയും. ബ്രിട്ടാസും ജാനകി അമ്മയും. ജോൺ ബ്രിട്ടാസും ജാനകി അമ്മയും. അതെ. ഇന്ന് ഈ വേദി പങ്കുവെക്കുവാനെത്തിയിരിക്കുന്നത് നമ്മളുടെ വാനമ്പാടി ജാനകി അമ്മയാണ്. ജാനകി അമ്മ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചാലും. அது நான் எந்த இடத்தில் வந்த எப்படி பாட முடியும்? എങ്ങനെ പാടിയാലും വേണ്ടില്ല, പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി ഒരു ഗാനം ആലപിക്കണം. அது கொஞ்ச நேரம் സമയമില്ല ജാനകി അമ്മ, ഇനിയും ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളതില്ലേ? அதில் நான் வந்த சோங்க கொஞ்ச நேரம் സോങ് പാടലാം. ഓക്കെ, ജാനകി അമ്മ ആലപിക്കുന്ന കൊഞ്ച നേരം എന്ന ഗാനം നമുക്കൊന്ന് കേട്ട് കളയാം അല്ലേ? ഓക്കെ.